നമസ്കാരം, ഞാൻ ജയന്താണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു ആറ്റം ബോംബ് വീണിരിക്കുകയാണ്. ആറ്റം ബോംബ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അല്ലു അർജുൻ ഇട്ട ഒരു ആറ്റം ബോംബ് എന്തായാലും യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിന് മുമ്പ് ഇതിന്റെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, വിജയുടെ പുതിയൊരു പാർട്ടിയുടെ സത്യപ്രതിജ്ഞ, അവിടെ വന്ന ആൾക്കാരെ കണ്ട് ഞെട്ടിയ ജനം എന്തുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പുഷ്പ റിലീസിന്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന ആളുകളുടെ വീഡിയോയും ഫോട്ടോസും ഒന്നും ഷെയർ ചെയ്യുന്നില്ല? എന്താ, ഇവർ പേടിച്ചോ? എന്ത് പറ്റി? ഇവർ പേടിച്ചു പോയോ? എന്ത് പറ്റി ഇവരതൊന്നും എടുത്തിടാത്ത കാര്യം എന്താണ്? വിജയ് നടത്തിയ പ്രോഗ്രാമിൽ വന്നതിനെക്കാട്ടി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ട്രെയിലർ ലോഞ്ചിന് അവിടെ എത്തിയിരിക്കുന്നത്. അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു നടനെ കാണാൻ വേണ്ടി വന്ന ആളാണ്. പുള്ളി ഒരു പാർട്ടിയും രൂപീകരിച്ചിട്ടില്ല. പടത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് എത്തിയ ആൾക്കാരാണ് അവിടെ വന്നത്. എന്തുകൊണ്ട് വിജയ് ഫാൻസും സൂര്യ ഫാൻസും രജനി ഫാൻസും കമൽ ഫാൻസും ഒക്കെ എവിടെ പോയി? ഇവരൊക്കെ ഒളിച്ച് വല്ല പൊത്തിലും പോയി ഒളിച്ചിരിക്കുകയാണോ ഈ സമയത്ത്? ആരും ഈ വീഡിയോസ് ഒന്നും ഇവിടുന്ന് ആരും കണ്ടില്ല. എന്ത് പറ്റി? ഇവരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയോ ഈ ആൾക്കാരെ കണ്ട്? ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി നടനോ നടിയോ ആരോ ആയിക്കോട്ടെ, നാട് സേവിക്കാൻ ഇറങ്ങിയാലും എന്തായാലും ഇതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിജയിനേക്ക് നമുക്ക് എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അല്ലു അർജുനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ ഒരു വീഡിയോയിലെ ഹെലിക്യാം ഷോട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും വിജയുടെ മറ്റേ സമ്മേളനത്തിന് വന്നേക്കാട്ടി ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നും ആരും പറയുന്നതും ഇല്ല, ഒന്നും കേൾക്കുന്നുമില്ല. എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല? അദ്ദേഹം ഒരു മനുഷ്യനല്ലേ? അദ്ദേഹവും ഒരു നടനല്ലേ? അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും എന്താ പുറത്ത് കൊണ്ടുവരാത്തത്? ഈ പറയുന്ന ഫാൻസ് എന്ന് പറഞ്ഞു കിടക്കുന്ന കോപ്പന്മാർ ഇതാണ് പറയുന്നത്. ഒരുത്തന്മാർക്കും വിവരമില്ല. ഇതേപോലെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ വന്ന് തെറി വിളിക്കുകയോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ചെയ്യും. ഇതിന്റെ താഴെ എന്നെ വന്ന് കുറെ എണ്ണം തെറി വിളിക്കും. നിങ്ങളൊക്കെ വിളിച്ചോ, എനിക്കൊന്നുമില്ല. എന്തായാലും അടിപൊളി ട്രെയിലറാണ്. എനിക്കെന്തായാലും പുഷ്പ 1ന്റെ അത്ര എനിക്കത്ര അങ്ങ് സൂചിച്ചില്ല. കാര്യം പുഷ്പ 1ന്റെ വിജയം കൊണ്ടാണെന്ന് തോന്നുന്നു ഓവറായിട്ടുള്ള അമാനുഷിക ശക്തിയും കാര്യങ്ങളും അല്ലു അർജുൻ എന്ന് പറയുന്ന നടന് ഇതിൽ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിലിനെ വീണ്ടും നല്ല രീതിക്കുള്ള ഒരു ഊക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടത്തിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനത്തെ ഡയലോഗ് ഉണ്ട്, പുഷ്പ എന്നാൽ ഫയർ അല്ല, പുഷ്പ എന്നാൽ വേറെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാൻ അത് ഓർക്കുന്നില്ല. എന്തായാലും വീണ്ടും നമ്മുടെ പല മലയാള നടന്മാരെയും അല്ലെങ്കിൽ അന്യഭാഷയിൽ നിന്നുള്ള നടന്മാരെയൊക്കെ മലയാളത്തിൽ കൊണ്ടുവന്നും ഊക്കാൻ വേണ്ടി ഇവിടെ പല ഡയറക്ടർമാരും ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതൊന്നും എന്തായാലും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിലറാണ്. മാനുഷിക ശക്തിയും കാര്യങ്ങളൊക്കെ ഇതിൽ പുഷ്പരാജിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് ചളിയാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും പുഷ്പ 2 എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ.